നമസ്കാരം. അർജന്റീന ഈജിപ്റ്റ് മത്സരത്തിലെ ഫൗളുകളുടെ ബഹളം തന്നെയായിരുന്നു ഇല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. എന്ത് തന്നെയായാലും 79 മിനിറ്റ് വരെ ജയിച്ച് നിന്ന ഈജിപ്റ്റ് തോറ്റു നിന്ന അർജന്റീന, അതിനുശേഷമാണ് അർജന്റീന ഗോൾ അടിക്കുന്നത്. ആ ഗോൾ അടിച്ചിടം മുതൽ പ്രശ്നങ്ങളായി തുടങ്ങിയിരിക്കുന്നില്ല. അതിന് മുമ്പ് നടന്ന ആ ഫൗളുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. 79 മിനിറ്റിന് മുമ്പ് നടന്ന ഫൗളുകൾക്ക് വാറും വേണ്ട, ഒന്നും വേണ്ട, പരാതിയില്ല, കോഴയില്ല, ഫിഫയില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. 79 മിനിറ്റിന് ശേഷം അർജന്റീന ഗോൾ അടിക്കുന്നു. പിന്നെ ദേ വരുന്നു ഫൗള്, വാറ്, പ്രശ്നങ്ങൾ, ഓട്ടം എന്ന് വേണ്ട. എന്തായാലും ആ ഫൗള് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അർജന്റീനൻ താരത്തിന്റെ ജേഴ്സിയിൽ പിടിച്ച് വലിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ബൂട്ടിൽ ചവിട്ടുക കൂടി ചെയ്യുന്നു. 2 ഫൗൾ ഒരുമിച്ച് ചെയ്യുന്ന, അദ്ദേഹത്തെ തട്ടിയിടുന്നു, ആ ബോളുമായിട്ട് കയറിപ്പോകുന്നു, ഗോൾ അടിക്കുന്നു. ഇതിലൊക്കെ രസം എന്ന് വെച്ചാൽ ഗോൾ അടിച്ചതിന് ശേഷം ജേഴ്സി ഊരി വീശിയ വീശലുണ്ടല്ലോ, അതിന് ശരിക്കും ഫിഫയുടെ റൂൾ അനുസരിച്ച് മഞ്ഞ കാർഡ് കിട്ടേണ്ടതാണ്. അതിന് ആ റെഫറി ചെയ്തില്ല എന്നുള്ള കാര്യം പക്കാ തെറ്റ് തന്നെയാണ്. മൂന്നാമത്തെ ഫൗൾ വളരെ വിവാദമായ ഫൗൾ എന്ന് കണ്ടു നോക്കുക. സലാഹ് ബോൾ കൊണ്ട് ഓടി വരുന്നു. എന്തായാലും അർജന്റീനൻ താരം ശരിക്കും ആ ബോളിലാണ് ചവിട്ടിയിരിക്കുന്നത്. ആദ്യ ചവിട്ട് ബോളിൽ തന്നെയാണ്. സലാഹിന്റെ ശരീരത്തോ കാലിലോ ഒന്നും ടച്ച് ആയിട്ടില്ല. അതിനുശേഷം ആ ബോൾ തട്ടിക്കൊണ്ട് പോകുന്നു. സലാഹ് ബാലൻസ് തെറ്റിയ വീണെന്ന് വീഡിയോയിൽ പക്ക ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. സലാഹിന്റെ ഷൂ ശരിക്കും ആ പുല്ലിൽ വരെ ഇടിച്ച് വീഴുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്? ഇതിന്റെ പിന്നിൽ മറ്റ് ടീം ഫാൻസുകൾ തന്നെയല്ലേ എന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ തന്നെയാണ്. എന്ത് തന്നെയായാലും മെസ്സിയോടൊപ്പം തന്നെയാണ്, അർജന്റീനയ്ക്കൊപ്പം തന്നെയാണ് കളി. മെസ്സി ജയിക്കട്ടെ, അർജന്റീന ജയിക്കട്ടെ. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടാം, ഷെയർ ചെയ്യാം, വിലയിരുത്താം, കമന്റ് ചെയ്യാം. ഒമാനിലെ ഇബ്രയിൽ നിന്നും കോയിൽ നിസാർ. ബൈ.